ഒന്നുമില്ല, ഇങ്ങനെ ഒളിച്ചിട്ടെല്ലാം പോകുന്നത്. അല്ലെങ്കിൽ കളിയിൽ പോകുമ്പോൾ ഒപ്പരം പഠിച്ച പെൺകുട്ടികൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ കയ്യാലെ ചാടിത്തുള്ളി പോയാൽ ഇപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു നാണക്കണ്ട. ഇവരിപ്പോൾ ഭയങ്കര ഉഷാറാണ്, അടിപൊളിയാണ്, അവരെല്ലാറ്റും പോസിറ്റീവാണ്. ഞാൻ എല്ലാവരും കണ്ടു. ഈ സ്കൂളിൻ്റെ അന്തരീക്ഷമായിരിക്കാം അത്, അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിൻ്റെ ഇടപെടലായിരിക്കാം, ഉറപ്പാണ്, ഒരു സംശയമില്ല. അത്രമാത്രം ഭയങ്കര ഊർജ്ജം കൊടുക്കുന്നുണ്ട്. വാർഷികം എന്ന് പറയുന്നത് കുട്ടികളെ ഉത്സവം തന്നെയാണ്. കാരണം അവർക്ക് ഈ കലാമേള ഇവിടുന്ന് ഒരുപാട് കലാമേളയിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഒക്കെ പരിചയപ്പെടാനും വീണ്ടും വീണ്ടും കാണാനും ഇടപെടാനും സംസാരിക്കാനും കഴിയുന്നത് ഒരു യാത്രയിൽ ഒരു കലാകാരന് ഭയങ്കര ശക്തിയാണ്. യാദൃശ്ചികമായിട്ട് വന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരിക്കലും ഒരു പ്രതീക്ഷിക്കാത്ത ഒരു മറിമായെന്നോ ഒരു സിനിമയെന്നോ ഒരിക്കലും പ്രതീക്ഷിക്കാതെ യാത്ര ചെയ്തപ്പോൾ ഒരു യാദൃശ്യമായി പെട്ടൊരാണ്. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ കുറേ പണ്ടേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് വാർഷികമില്ല. സ്കൂളിൽ നാടകം കളിച്ചിട്ട് അത് സബ്സിഡിയിൽ പൈസ കൊടുക്കണം, 50 ഉറുപ്പ്യ കൊടുക്കണം. ഞാൻ മാറി, വേറെ പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് സബ്സിഡി കൊണ്ടുപോയില്ല. ഞാൻ അഭിനയിച്ച നാടകമാണ്, ഗംഭീര നാടകമായിരുന്നു അത്. ഞാൻ നല്ല വേഷം ചെയ്തതാണ്. മറക്കൂല നാടകം. 33 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് 50 പോയിട്ട് 5 ഉറുപ്പ്യ ഇല്ലാത്തൊരു കാലത്താണ്. അപ്പം അത് കൊടുക്കാനില്ലാത്തൊരു മാറി. അത് ഞാൻ മാത്രമായിരുന്നു, 7 പേരിൽ ഒരാൾ മാറിയിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, അന്നേരം ഭയങ്കര സങ്കടമൊന്നുമില്ല. പണ്ട് ടൂറിന് പോകുന്ന ഡേച്ചിക്ക് ഒരിക്കലും കൈ പൊങ്ങിയിട്ടാണ്. കാരണം പൊങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ കൊടുക്കാനില്ലല്ലോ. അപ്പോൾ ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ ആടുന്ന ബെഞ്ചുമ്മയാണെന്ന് 5-6 ആള്. അപ്പോൾ അത്രമാത്രം ഹൗസ്ഫുൾ ആ ഒരു കല ഉണ്ടല്ലോ. അപ്പോൾ ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ മര്യാദ കാടിയിടെല്ലാം പോയി ഇരിക്കാം. പിന്നെ മാഷ് ക്ലാസ് എടുക്കാനും വരില്ല. 3 ദിവസം നമുക്ക് ആഘോഷമായിരുന്നു, നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു. ടൂറിന് പോകുന്ന ദിവസം വരാൻ വേണ്ടി കാത്തുനിന്ന ആൾക്കാരാണ് 5-8 ആൾ. അങ്ങനെ ഉണ്ടല്ലോ, അതിലൊരു കാലം. അപ്പം ടൂറിന് പോകാൻ പറ്റിയില്ല. പണ്ട് 10ാം ക്ലാസ് ബീഫ് പഠിക്കുമ്പോൾ ലാസ്റ്റ് ഒരു ദിവസമുണ്ട്, ഫെബ്രുവരി മാസം. നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്ന് കുട്ടീഷന്മാർ ചോദിച്ചു. അപ്പോൾ ഓരോരാളും പറഞ്ഞു പോലീസ്, പട്ടാളം, വക്കീല്, ഡോക്ടർ, അങ്ങനെ ഒരുപാട് ബന്ധം പറയാലോ. ആർക്ക് എന്ത് പറയാം, ആഴ്ചക്ക് അങ്ങനെയല്ലോ ആഗ്രഹങ്ങളല്ലേ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞത് എന്താണ് പറയണമെന്ന് അറിയില്ല. എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ടെൻഷൻ അടിച്ച് മരിക്കാനായി. കാരണം മാഷ്ക്ക് നിർബന്ധമാണ്, ഒരാൾ പറഞ്ഞിരിക്കണം. ഭയങ്കര രസമില്ല മാഷാ, അത് പറഞ്ഞിട്ട് അയാൾ വിടൂല. നമ്മളെ കൊണ്ടുവന്ന് ബ്ലാക്ക് ബോർഡിൻ്റെ അടുത്ത് നിർത്തിച്ചിട്ട് അത് എല്ലാവരും മുമ്പിൽ പറയിപ്പിക്കും. അങ്ങനത്തെ മാഷ, നല്ല മാഷ. അപ്പം അത് ഭയങ്കര നാണക്കേടല്ലേ, മുമ്പിൽ പോയിക്കല്ലോ നാണക്കേടല്ലേ. അപ്പോൾ വീട് തന്നെ വേഗം എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിവായല്ലോ. അപ്പോൾ ഓരോരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോന്നും പറഞ്ഞുകൊടുക്കും. എൻ്റെ ഊഴ എത്തിയെന്ന് പറഞ്ഞാൽ, മാഷേ എന്താണ് പറയണ, നീക്ക് എന്താണ് ആഗ്രഹം, എനിക്ക് എന്തെങ്കിലും ആയാൽ മതി മാഷേ, ഇങ്ങോട്ട് വേണം. അയാളെന്നെ വിളിച്ചു, എന്തെങ്കിലും ആകാനാ അത് എനിക്കങ്ങനെ പറയാൻ കിട്ടുന്നു. പക്ഷെ എന്തോ അങ്ങനെ വലിയൊരു ആഗ്രഹമൊന്നും ഇല്ല. അങ്ങനെ ആ പ്രശ്നമില്ല. ഇക്കെത്ര പോലീസാണോ? ആവാം. പട്ടാളം അതും ആവാം. എന്ത് കറക്റ്റ് പറയണം. ഞാൻ അന്ന് പറഞ്ഞത് പോലീസ് അവിടെ. കാരണം പോലീസ് പേ പറഞ്ഞു കഴിഞ്ഞാൽ ചൊറയില്ലോട്ട് ഒഴിവായി. എന്നാൽ പോലീസ് ആയിക്കോളാം. പക്ഷെ മാഷ ആഗ്രഹം ഞാൻ ഓപ്പോസിറ്റ് ഉത്തരം കൊടുത്താളാ. അങ്ങനെയുണ്ട്. അങ്ങനെ ആഗ്രഹം വെച്ചിട്ട് മനസ്സിൽ കൊണ്ടു നടക്കാൻ നമുക്ക് അന്നത്തെ ഒരു അവസ്ഥയിൽ ആഗ്രഹങ്ങൾക്ക് പോലും ചെതലരിക്കുന്ന നല്ല ഓർമ്മകളുണ്ട്. അങ്ങനെയുള്ള യാത്രകൾ അങ്ങനെയാണ്. പണ്ട് നമ്മളൊരു കാലത്ത് ഈ കുട്ടികൾ നമ്മളെ സ്കൂളിൽ നമുക്ക് ഒളിച്ചു പോകും. നമ്മൾ ലീവാക്കിയിട്ട് മെല്ലെ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്തെങ്കിലും കള പറഞ്ഞിട്ട് വയറുവേനാലെ പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഒഴിവാൻ വേണ്ടി അതൊന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാവിൻ്റെ മുട്ടോ പറിക്കാൻ്റെ മുട്ടോ ഒളിച്ചിട്ടു. എങ്ങനെ ആക്കിയിട്ട് പെട്ടെന്ന് നമ്മളെ നാട്ടിൻപുറത്ത് ഏതെങ്കിലും രാഘവട്ടനോ കൃഷ്ണേട്ടനോ പറഞ്ഞിട്ട് എന്താ നീ എടുക്കുന്നത്, അപ്പം നമ്മളെല്ലാം തീരും. അത് ഞാനേ പോലായി സ്കൂളിൽ പോയി, നിന്റെ അച്ഛൻ്റെ പേരെന്താ? കൃഷ്ണനല്ലേ? ഞാൻ കൃഷ്ണനെ കാണണ്ട പറയണം. അപ്പോൾ നമ്മൾ ശ്വാസമെല്ലാം കേട്ടോ ഓടിച്ചാടി ക്ലാസ്സിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അന്നൊരു ബഹുമാനം പേടിയും ആകാത്താരും. ഇനി എൻ്റെ അച്ഛനോട് പറയട്ടെ എന്ന് പറഞ്ഞ ആളെന്ത് കയറിയാ നമ്മൾ വീട്ടിൽ പോയി ഭയങ്കര ടെൻഷൻ അടിക്കും. നമ്മളതിൻ്റെ അനുഭവം അത്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അച്ഛൻ വരുമ്പോൾ അമ്മേരെ സാരിത്തൊമ്മിനെല്ലാം ഒഴിച്ചിട്ടല്ലേ നിൽക്കിട്ട് ആ പറഞ്ഞൊന്നും ഉണ്ടാവില്ല. 2-3 ദിവസം നേരെ ശ്വാസം പോകും. ഇന്ന് ഒരു യൂണിഫോം ഇട്ട കുട്ടി, ഇന്ന് യൂണിഫോം കാലം മാറി. ഏതെങ്കിലും ഒരു കടയിലെ മുമ്പിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്താ നീ കിടക്കുന്നത് ഓൻ തിരിച്ചിട്ട് ഞാനാ ചോദിക്കാൻ. അപ്പം നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും. ആ നിന്റെ അച്ഛനെ കാട്ട്. ആ ശരി നോക്കാനോ എന്നാല് ഞാൻ കാണിച്ചു തരാം. ഇവൻ നേരെ ഇവൻ്റെ അച്ഛനോട് പോയിട്ട് പറയും. ഇവൻ്റെ അച്ഛനോട് പറഞ്ഞ് ആകെ പ്രശ്നമായി. അയാൾ വീട്ടിലേക്ക് കത്തിയാളുടെ അടുത്ത് വരും. എൻ്റെ അച്ഛനാ. അപ്പൊ പോലീസ് കേസ് കൊടുക്കണം, മോനെ പ്രശ്നം ഉണ്ടാക്കി ഇതാക്കി ഇതെല്ലാം പറഞ്ഞ് ആ കലമ്പായി, കുഴപ്പമായി, കേസായി. അങ്ങനെ ആകെ പ്രശ്നമായി. അപ്പൊ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ചൊറയില്ലാണ്ട് നിൽക്കുന്ന ഒരു കാലത്തിലേക്ക് വെറുതെ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വരും വീട്ടിലേക്ക്. ഭയങ്കര നമ്മളെ സെന്റിമെന്റ്സിൽ അങ്ങോട്ട് പിടിച്ചിടും. ആകെ ടെൻഷൻ അടിക്കും.
അതായത് എന്താ പ്രശ്നം. അപ്പോൾ അമ്മേനെ നമ്മൾ എല്ലാം പറഞ്ഞു കൊടുക്കും അങ്ങോട്ടി. എന്താ പ്രശ്നം, എന്താ പറഞ്ഞോ, ആകെ ബുദ്ധിമുട്ടിലാണ്, കുറച്ച് പൈസ കടമ്പാടായിരുന്നു. അപ്പോൾ നമ്മളെ സെന്റിമെന്റ്സ് പിടിച്ചിട്ട്, അപ്പോൾ അയ്യോ എൻ്റെ വീടിൻ്റെ പണിയിൽ വെക്കേണ്ട കുറച്ച് പൈസ ഉണ്ടാവും, അത് നാളെ മറ്റന്നാൾ കൊടുക്കണം പണിക്കാർക്ക്. അല്ല അത് ഞാൻ 2 ദിവസം അല്ലേ, ഇന്ന് കിട്ടിയാൽ മറ്റന്നാൾ ഞാൻ തരും, വൈകുന്നേരം തരും. അപ്പോൾ അല്ല ഞാൻ ഭയങ്കര പെട്ടെന്ന് മറ്റന്നാൾ കൊടുക്കണം, അതിനെന്തായാലും ഇതാന്ന് പറഞ്ഞാൽ നമ്മൾ ആ പൈസ കൊടുക്കും. ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പൈസ ചോദിക്കാൻ പോകുന്നതോ, ആ പൈസ ചോദിക്കാൻ പോകുന്ന ആള് പിന്നെ സ്വയം കടക്കാരനായി. ക്ഷമ എന്ന് പറയുന്നത് പുതിയ കാലത്തില്ല എന്നുള്ളൊരു വലിയ സത്യമാണ്. നമ്മളെ കാലത്തിൽ ഉണ്ടായത് ഇപ്പം ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ക്ഷമ എന്ന് പറയുന്നത്, അനുസരണം എന്ന് പറയുന്നത്, അനുസരണം അങ്ങനെ എല്ലാ കുട്ടികൾക്ക്, പുതിയ കുട്ടികൾക്ക് വേണമെന്ന് പറയും. ഈ കാലത്തിന് പപ്പടത്തിൻ്റെ വക്ക് പൊട്ടിയിട്ട് കത്തിക്കുത്തായിട്ട് ഒരാളെ ജയിലിലേക്കും ഒരാൾ ആശുപത്രിയിലേക്കും പോയ ചരിത്രം നമ്മളെ കേരളത്തിലുണ്ട്. പത്രത്തിൽ പണ്ട് പേജിലുണ്ടായിരുന്നു. പപ്പടം സദ്യക്ക്, കല്യാണത്തേക്ക് പപ്പടത്തിന് കട്ടം പൊട്ടിപ്പോയി. കല്യാണച്ചക്കൻ്റെ ആളോ മറ്റവരുടെ ആളൊന്നുമല്ല, അവരങ്ങോട്ടോട്ട് പോയപ്പോയി വിളമ്പുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ട് കല്യാണം അനുസരിച്ച് ആശുപത്രിയിൽ ഒരുത്തം മോർച്ചറിയിലേക്ക് പോയി, പിന്നെ മറ്റേ ജയിലിലേക്ക് പോയി. ഇത് നടക്കുന്ന കാലം. അതായത് അടി കൂടുമ്പോൾ എന്തിനാണ് ഇത് അടിക്കുന്നതെന്ന് അറിയാണ്ട് എല്ലാവരും ചാടി പിടിച്ച് അടി കഴിഞ്ഞും വേർത്ത് വെക്കുമ്പോൾ മറ്റവരോട് ഞാൻ ചോദിച്ചൊരു കാര്യം, എന്താണ് കുഴപ്പം, അതെനക്കറിയേണ്ട ആവശ്യമില്ല. മറ്റൻ ഓനടിച്ചു, അവൻ ഇവനടിച്ചു, ആയിക്കോട്ടെ, അവൻ ഇങ്ങോട്ട് എന്നെ കൈയോട്ട് കുത്തി, ഞാൻ കൊടുത്തു, പിന്നെ എൻ്റെ സുഹൃത്തുക്കളും വന്ന് അടിച്ചു. ആ അടി എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കാലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. ആ ക്ഷമയും അനുസരണം ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നൊരു സംശയമുണ്ട് നമുക്ക്. അത് ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവണം. പ്രിയപ്പെട്ട മക്കളെ, നല്ല ഗുരുത്വവും മാതാപിതാ ഗുരു ദൈവം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അനുസരണം എല്ലാം കൂടി നന്മയുള്ള നല്ല മനുഷ്യന്മാരാക്കി അവർ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ പ്രതീക്ഷകളാണ് അവർ. ഈടെ കുട്ടികൾ വന്ന് ഡാൻസെല്ലാം കളിക്കുമോ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ മക്കളെ ഡാൻസ് അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും നാട്ടുകാർക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ പൊതു ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്. അതാണ് ഇവിടെ കൂടിയിരുന്നവർക്ക് അവരെ കുട്ടികളൊന്നും ഉണ്ടാവില്ല, എല്ലാ കുട്ടികളും ഉണ്ട്. അവരെ പല ആളും വന്നിട്ടുണ്ടാവും കാണാൻ. അവർക്ക് കുഞ്ഞുമക്കൾ ഡാൻസ് നിർത്തും. പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾ നല്ല നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് നന്മയുണ്ടാവട്ടെ, നല്ല മനുഷ്യന്മാരായി വളർത്തട്ടെ. ഉയർന്ന ജോലിക്കാരനാക്കുക അതൊന്നും ആവണമെന്നില്ല, അതായിക്കോളും, അതെൻ്റെ വഴിക്ക് വന്നുള്ളൂ. പക്ഷേ നല്ല മനുഷ്യന്മാരാക്കുക, നല്ല സ്നേഹമില്ല, നന്മയില്ല, അനുസരണയില്ല, എല്ലാം ഉണ്ടാവണമെന്ന് മാത്രം പറയാന് പുതിയ മറിമായൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2022 സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം വെച്ച ഹാസ്യരച്ച ഏറ്റവുമായിട്ട് എന്നെ തേടി വന്നാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് പല യാത്രകളിലും അതൊക്കെ നമുക്കൊരു ഊർജ്ജമായിരുന്നു. അതുപോലെ പുതിയ സിനിമ വിഷുവിന് ഏപ്രിൽ 10 മരണമാസം എന്ന ബേസിൽ ജോസഫിൻ്റെ പടം നല്ല വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഷൈനികത്തിൻ്റെ പടമുണ്ട്. 2 സിനിമകളും കലാപ്രവർത്തനമൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വലിയ കലാകാരനാണ്. അപ്പോൾ എന്നെ വിളിച്ച പ്രിയപ്പെട്ട പ്രീത ടീച്ചറും അതിൻ്റെ സഹപ്രവർത്തകർക്കും നമ്മുടെ അനിത ടീച്ചർക്കും ഇതിൻ്റെ PT പ്രസിഡന്റ് എല്ലാവരും, പ്രിയപ്പെട്ട മണിയാട്ടൻ, അങ്ങനെ എല്ലാവർക്കും വേറെ സ്നേഹം, ഒരുപാട് സന്തോഷം.